ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ആ വീഡിയോയിൽ എല്ലാ ക്ലിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ അധികം ലെങ്തി ആയി പോകണ്ടെന്ന് കരുതിയിട്ട് 2 വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ, 2 വ്ളോഗായിട്ട്. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം നേരെ വന്നതാണ് വീടിൻ്റെ പിറകുവശത്തുള്ള വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ്. ഇതുവഴിയാണ് നമ്മൾ നടന്ന് കയറി പോകേണ്ടത് അത് കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലിരുന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് അങ്ങനെ ആ വെള്ളത്തിൻ്റെ എരമ്പലെന്ന് പറയില്ലേ, ആ ഒരു എരമ്പൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിന്. വീട്ടിൻ്റെ പുറകുവശത്ത് തേക്കിൻ്റെ ഫോറസ്റ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ അകത്താണ് ഇങ്ങനൊരു വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മഴ സീസണിൽ മാത്രം ഒരു 3-4 മാസമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ആ പാറ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാ വാട്ടർഫോൾസിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ, ഒഴുകി വരുന്ന വഴിയിലെ ഒരു വ്യൂ മാത്രമാണിതേ. അപ്പോൾ നമ്മൾ പതിയെ നടന്ന് മെയിൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് എത്തിയേക്കാണ്. ദേ കണ്ട സുഹൃത്തുക്കളെ, ദേ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പുറകുവശത്തായിട്ട് കാണുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെ നിന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട് ലെഫ്റ്റ് സൈഡിൽ. കുഞ്ഞുനാളി കുളിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ കളിച്ച ഓർമ്മ എനിക്കുണ്ട്. ഇപ്പോൾ അങ്ങനെ വരാറില്ല, ഒരുപാട് നാളുകളായി. അപ്പോൾ ആ പാറപ്പുറത്ത് കയറി നിന്നിട്ട് ഫുൾ വ്യൂ നിങ്ങൾക്ക് വ്ളോഗിൽ കാണിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതും നിങ്ങൾ ഈ കാണുന്ന ഭാഗമൊക്കെ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണ്. അതായത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് കാണുന്ന വ്യൂ ആണ്. അതിൻ്റെ മേളോട്ട് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്, പണ്ടത്തെ പോലെ പാറപ്പുറത്ത് വലിഞ്ഞു കയറുക തന്നെ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. വേറൊരു ഓപ്ഷൻ്റെ ആവശ്യം അവിടെ ഇല്ലാതാനും, പാറപ്പുറത്ത് വലിഞ്ഞു കയറുക. ഇപ്പോഴും അത്ര മുതുക്കിയൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ വാട്ടർഫോൾസ് കാണിച്ചു തരാം കേട്ടോ. സെറ്റ് വ്യൂ. Wow! എൻ്റെ കൂക്കുംവിളിയൊക്കെ കേട്ടിട്ട് വട്ടാൻ തോന്നുന്നുണ്ടോ? വീട്ടിൽ നിന്ന് നടന്നു ചെല്ലാൻ പാകത്തിന് തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടം ഇത്തരത്തിലുണ്ടെങ്കിൽ ആർക്കാണൊരു സന്തോഷം ഇല്ലാതിരിക്കുന്നതല്ലേ? സത്യം പറയട്ടെ, ഞാൻ എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിത്തിരിച്ച യാത്രയിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ യാത്ര ഇതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പോയതിന് ശേഷം ഞാൻ ഫുള്ള് ഹാപ്പി മോഡ് ഓണായിരുന്നു. ഇത് ഇപ്പം കാണിച്ച പാറയിൽ വലിഞ്ഞു പിടിച്ച് മേളിൽ കയറിയിട്ട് ഇങ്ങനെ ചാടി മറിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ഈ ഫുൾ വ്യൂ നല്ല വൃത്തിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും വീടിൻ്റെ പുറകുവശത്ത് ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കിയേ. ചില മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുമെന്നും കൂടെ എനിക്ക് മനസ്സിലായൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇത്രയും ഹാപ്പി ആകും ഞാൻ ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് കണ്ടു കഴിയുമ്പോഴെന്ന് ഞാൻ തന്നെ കരുതിയില്ല. ട്രസ്റ്റ് മീ ഗൈസ്, എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ സ്പെഷ്യലി അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പല മനുഷ്യന്മാർക്കും ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് നമ്മളെ ഹാപ്പി ആക്കാൻ ഒരു ട്രൈ ചെയ്യില്ല അല്ലേ? പക്ഷേ ഇത്രയും മൂഡ് ഓഫ് ആയിട്ടിരുന്ന ഞാൻ ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് ശേഷം വീട്ടിൽ വന്നത് വേറൊരാളായിട്ടായിരുന്നു, സീരിയസ്ലി. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വ്യൂസ് നമുക്കുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഞാൻ ചിന്തിക്കുകയാണ്. രാവിലെ തൊട്ട് എന്നെ ഒന്ന് ഓക്കെ ആക്കാൻ എവിടേക്കോ അലഞ്ഞ സമയത്ത് ഓടി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. കുഞ്ഞു വാവകൾ തൊട്ട് എത്ര മുതുക്ക ആൾക്കാർക്കും ബോറടിക്കാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ ഈ വെള്ളത്തിക്കളി. അപ്പം കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെ, അനുഭവിച്ച് തന്നെ അറിയണമല്ലേ. കൊടും തണുപ്പ് വെള്ളമാണ് കേട്ടോ.
മലയിൽനിന്ന് ഒഴുകി വരുന്നത് കൊണ്ടാവണം ഐസ് വാട്ടർ പോലത്തെ വെള്ളമാണ് ഇത്. ഭയങ്കര തണുപ്പാട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. ഇനി ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും എൻ്റെ വീട് എത്ര ദൂരമാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നിട്ടാണ് ഞാനിപ്പോൾ കാല് കഴുകിയത്. എന്നിട്ട് ഈ തേക്കിൻ്റെ ഫോറസ്റ്റിൽ അക്കാണുന്ന ചിമ്മിനി കണ്ടോ? അതെൻ്റെ വീടിൻ്റെ അടുക്കളയുടെ മുകൾ വശത്തുള്ള ചിമ്മിനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം എത്രത്തോളം ദൂരമുണ്ട് ഈ വെള്ളച്ചാട്ടവും എൻ്റെ വീടും തമ്മിലെന്ന്. രാത്രിയും പകലും ഒരുപോലെ ആ വീട്ടിലിരുന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ എരമ്പൽ കേൾക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്. ആ മഴക്കാലത്ത് മാത്രം കേൾക്കാൻ പറ്റുന്ന പ്രകൃതിയുടെ ഒരു മ്യൂസിക്. രസമാണ് കേട്ടോണ്ടിരിക്കാൻ, കേട്ടോണ്ട് ഉറങ്ങാനും നല്ല രസമാണ്. അപ്പോൾ പിന്നെ മലയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം മാത്രം കാണിച്ചാൽ പോരല്ലോ, താഴെ ആറ്റിലെ വെള്ളം കൂടിയതും കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതി താഴെ വന്നതാണേ. അപ്പോൾ ഇവിടെ വേറൊരു കാഴ്ച കണ്ടു, അതും നിങ്ങളൂടെ കാണും. അപ്പോൾ ഇന്ന് ഇതിൽ കൂടുതൽ എന്നെ ഹാപ്പിയാക്കാൻ എനിക്ക് എന്താണ് വേണ്ടത് നോക്കിയേ. പ്രകൃതി അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിച്ചങ്ങ് തന്നേക്കുക. കണ്ടോ മഴവില്ല്? വെള്ളച്ചാട്ടം കണ്ടിട്ട് ആറ്റിലെ വെള്ളം നിങ്ങളെ കാണിക്കാൻ വന്നതുകൊണ്ടാട്ടോ എനിക്ക് ഈ മഴവില്ല് കാണാൻ പറ്റിയത്. ഇത് കല്ലടയാറാണേ. ഞാൻ പറഞ്ഞില്ലേ 2 പാലമുള്ള ഞങ്ങളുടെ പ്രത്യേകതയുള്ള ആറും ഞങ്ങളുടെ സ്ഥലവുമാണിത്. ആറിന് കുറുകെ 2 പാലം അടുത്തടുത്തുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഞങ്ങളുടെ. എന്തായാലും മുകളിലും താഴെയും ഒക്കെ വെള്ളമായതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ പ്രദേശത്തിപ്പം. മഴയ്ക്ക് ശേഷം വെള്ളമേ ഉള്ളൂ. ദേ കണ്ടോ ആ മഴവില്ലിൻ്റെ ഫുൾ വ്യൂ ആട്ടോ. ഇപ്പം കണ്ട പാലത്തിൽ കയറി നിന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. എങ്ങനെയുണ്ട്? അപ്പോൾ ബൈ ഫ്രണ്ട്സ്.